ചില ഡയറക്ടേഴ്സ് ചിലപ്പോൾ ഇമോഷൻ കാണിക്കുമ്പോൾ കണ്ണുകൾ ഫോക്കസ് ചെയ്യാറുണ്ട്. എന്നാൽ ചില സംവിധായകർക്ക് ഇതൊന്നും കാണിക്കാതെ തന്നെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ളവരാണ്. ഇവിടെയാണ് മാർട്ടിൻ സ്കോർസെസി വ്യത്യസ്തനാവുന്നത്. അദ്ദേഹത്തിന്റെ ടാക്സി ഡ്രൈവർ എന്നുള്ള ചിത്രത്തില് ട്രാവിസ് ഒരു ഫോൺ കോൾ ചെയ്യുന്നു. എന്നാൽ ആ ഫോൺ കോൾ അവനൊരു പരാജയമായി മാറുന്നു. അപ്പുറത്ത് ആളെ കണക്ട് ആവുന്നില്ലെങ്കിലും അവന് പറയാനുള്ളത് മുഴുവൻ അവൻ ഒരു വോയിസ് മെയിൽ ആയിട്ട് ആ ഫോണിലൂടെ സംസാരിക്കുകയാണ്. അവന്റെ പ്രതീക്ഷകളില്ലാത്ത ശബ്ദത്തിൽ ഹൃദയം നുറുങ്ങുന്ന വേദനയോട് കൂടി തന്നെയാണ് അവൻ ആ ഫോണിൽ സംസാരിക്കുന്നത്. ഇവിടെ സ്കോർസെസിയുടെ ഫ്രെയിമിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഒരു മീഡിയം ഷോട്ടിലാണ് എടുത്തിരിക്കുന്നത്. അവിടെ തന്നെ ആക്ടറിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് മുന്നോട്ട് ഹെഡ് റൂം ഇല്ലാത്ത രീതിയിൽ എഡ്ജിലാണ്. ഹെഡ് റൂം ഇല്ലാതെ നമ്മളൊരു ക്യാരക്ടറിനെ കാണുമ്പോൾ അയാൾക്ക് മുന്നിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷ അല്ലെങ്കിൽ ആങ്സൈറ്റി ഓഡിയൻസിൽ ഡെവലപ്പ് ആകും. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ട്രാവിസിന്റെ മുഖം നമുക്ക് വിസിബിൾ അല്ല. അദ്ദേഹത്തിന്റെ കണ്ണുകളോ അദ്ദേഹത്തിന്റെ ഫേസിന്റെ എക്സ്പ്രഷനോ നമ്മൾക്ക് വ്യക്തമല്ല. അദ്ദേഹത്തിന്റെ സൈഡ് ഫേസ് മാത്രമാണ് നമുക്ക് അവ്യക്തമായി കാണുന്നത്. മാർട്ടിൻ സ്കോർസെസി ചെയ്ത ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ കോൺവെർസേഷൻ ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ ക്യാമറ പതിയെ ഡോളിയില് ആക്ടറിൽ നിന്ന് എവേ പോകുന്നു. പതിയെ പതിയെ നമ്മൾ കാണുന്നത് ഒരു കോറിഡോറിന്റെ ദൃശ്യങ്ങളാണ്. ആ ഒഴിഞ്ഞ ഇടനാഴി നമ്മുടെ ഹൃദയത്തില് ഒരു വിങ്ങൽ ഉണ്ടാക്കുന്നു. ആ ഒഴിഞ്ഞ ഇടനാഴിയിലും നമ്മൾ കേൾക്കുന്നത് ട്രാവിസിന്റെ ഫോൺ സംഭാഷണം തന്നെയായിരിക്കും. ഇവിടെ മാർട്ടിൻ കാണിച്ചിരിക്കുന്നത് നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ റിയൽ ലൈഫിൽ ഒരു ആക്സിഡന്റ് കാണുമ്പോഴോ നമ്മൾക്ക് വേദനാജനകമായ ഒരു സീൻ കാണുമ്പോൾ നമ്മുടെ കണ്ണുകൾ മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ മാറ്റിവെക്കാറുണ്ട്, അല്ലെങ്കിൽ ഒന്ന് അടച്ചു വെക്കാറുണ്ട്. കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് വേദനാജനകമാണ് അത് എന്ന് നമുക്കറിയാം. ഇതേ കാര്യം തന്നെയാണ് അദ്ദേഹം ഈ സീനിലും ഉപയോഗിച്ചിരിക്കുന്നത്. ആ സിനിമ മൊത്തം കാണുമ്പോൾ ആ സീനിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാവും. Okay. Can I call you again? Then tomorrow or the next day? Okay. No, I'm gonna. Okay. Yeah, sure. Okay. So long. I tried several times to call her, but after the first call, she wouldn't come to the phone any longer. ഇവിടെ ട്രാവിസ് ഫലിപ്പിച്ചു വെക്കുന്നത് ആ ക്യാരക്ടറിന്റെ ലൈഫിലെ അത്രയും പ്രതീക്ഷയില്ലാത്ത വേദനാജനകമായ ഒരു കാര്യമാണ്. ക്യാമറ അവനിൽ നിന്ന് മാറുന്നത് ആ വേദന അത്രയും യാഥാർത്ഥ്യമായതുകൊണ്ടാണ്. ക്യാമറയ്ക്ക് പോലും ആ വേദനയെ താങ്ങാനാവുന്നില്ല എന്നാണ് മാർട്ടിൻ പറഞ്ഞു വെക്കുന്നത്. ഒരാളുടെ സ്വകാര്യ പരാജയ നിമിഷം നമ്മൾ അയാളുടെ മുഖത്ത് നോക്കി എങ്ങനെയാണ് കാണുക? നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ മുഖം തിരിക്കുന്നിടത്ത് തന്നെയാണ് ക്യാമറയും മാറ്റപ്പെട്ടിട്ടുള്ളത്. ഇതാണ് സ്കോർസെസിയുടെ നിശബ്ദമായ ശബ്ദം. അവൻ വേദന കാണിക്കാൻ ക്യാമറ കണ്ണുകളിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല, മുഖം കാണിക്കുന്നില്ല. അവിടെ കണ്ണീരില്ല, നിലവിളിയില്ല. അവന്റെ ക്യാമറ അവിടെ നിന്ന് പിന്മാറും, മറ്റൊരു വിഷ്വലിലേക്ക് കാണികളെ കൂട്ടിക്കൊണ്ടുപോകുന്നു.